ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ വന്നിരിക്കുന്ന നമ്മുടെ രേണുസുധിയുടെ അച്ഛൻ്റെയും ബിഷപ്പിൻ്റെയുമായിട്ടുള്ള ഒരു വോയിസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നിരിക്കുകയാണ്. കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ GS ബ്ലോഗ് പാറശാല വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് രേണുസുധിയുടെ അച്ഛൻ്റെ വോയിസ് നമുക്ക് ആദ്യം കേൾക്കാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ബിഷപ്പ് അതായത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വീട് വയ്ക്കാനായിട്ട് സ്ഥലമുണ്ടായ ബിഷപ്പ് അമ്പലങ്ങളിൽ എന്ന് പറഞ്ഞ ആ ബിഷപ്പ് രേണുവിനെതിരെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ചെയ്യുന്ന വീണ്ടും ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ മൊത്തത്തിലുള്ള വീട്ടിലെ കാര്യങ്ങളും എൻ്റെ മൂത്ത മകളും ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കുടുംബക്കാർ എന്ത് തന്നെ നിങ്ങൾ ഇനി സോഷ്യൽ മീഡിയ വഴി അവതരിപ്പിച്ചാലും, അതായത് ബിഷപ്പിനെതിരെ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ചാൽ തെളിവുകൾ നിരത്തി എന്തൊക്കെ നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത് ഗവനിക്കോ, ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കോ, ഒരു നോട്ടത്തിലോ ചിന്തയിലോ ഭാവത്തിലോ പോലും ഞങ്ങൾ അതിനെ ഏറ്റെടുക്കുകയും ചെയ്യത്തില്ല. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞെന്തെങ്കിലും പറഞ്ഞെങ്കിൽ അത് സോഷ്യൽ മീഡിയ വഴിയാണ് പറഞ്ഞത്. ഞങ്ങൾ ഇത്ര അടുത്ത് 100 മീറ്റർ പോലും ഞങ്ങളുടെ താമസിക്കുന്ന വീടുകളിൽ ഇത്രയും നാളുകൾ പോലും ഞങ്ങൾ മുഖത്ത് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞില്ല, രേണുവും പറഞ്ഞിട്ടില്ല, അദ്ദേഹം ഞങ്ങളെ പറഞ്ഞിട്ടില്ല. അത് സോഷ്യൽ മീഡിയ വഴി വന്ന് അതുപോലെ ഞങ്ങൾ പോവുകയും ചെയ്തു. ഇപ്പോൾ ഏഴ് സുഖമില്ലായിരിക്കുന്ന അവസരം സത്യമല്ലേ രേണുസുധിയുടെ അച്ഛൻ പറഞ്ഞ പണ്ട് നടന്ന കാര്യങ്ങളെയൊക്കെ ചൊല്ലി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ബിഷപ്പ് നമുക്ക് കുറേ വോയിസുകൾ രേണുസുധിയുമായിട്ട് ഒരു 4-5 മാസത്തിന് മുന്നേ നടന്ന ചില പ്രശ്നങ്ങളെ ചൊല്ലി ബിഷപ്പ് ആ സമയത്ത് കുറച്ച് ദേഷ്യങ്ങളൊക്കെ ആയിരുന്ന സമയത്ത് കുറച്ച് വോയിസുകളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കുറേ വ്ളോഗേഴ്സിന്. അപ്പോൾ അവരത് എടുത്ത് വെച്ച് ഇപ്പോൾ രേണുസുധിയുടെ വീട്ടുകാരെ കേൾപ്പിക്കാൻ നോക്കുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ബിഷപ്പിനെയും രേണുസുധിയുടെ വീട്ടുകാരെയും തമ്മിൽ തെറ്റിക്കാനുള്ള ചെറിയൊരു പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഒരു മറുപടിയുമായിട്ടാണ് രേണുസുധിയുടെ അച്ഛൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ കാര്യം പിടികെട്ടി കാണുമെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ നമുക്ക് കേൾക്കാം ബാക്കി ഭാഗം. ഞങ്ങൾ ഈ കുടുംബത്തിന്റെ കുടുംബത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അതൊന്നുമല്ല. ഞങ്ങൾക്ക് എങ്ങനെയും അവള് രോഗത്തിൽ നിന്ന് മുക്തായി വരണം. അതിന് അനേകരുടെ പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുന്നത്. ആ കൂടെ ഇവരുടെ പ്രാർത്ഥന, ഈ ബിഷപ്പിന്റെ പ്രാർത്ഥന ഏറ്റവും അത്യാവശ്യം ഞങ്ങൾ തൊട്ടടുത്തായിട്ട് ഞങ്ങൾ പറയാം. അതാണ്. അപ്പോൾ ഇപ്പം അവർക്ക് ഒരു പ്രതികാരവും ആരോടും ചെയ്യേണ്ട കാര്യമില്ല. കാരണം അതുപോലത്തെ ഒരു അസുഖത്തിലാണ് രേണുസുധി ഇപ്പോൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പം എത്ര വ്ളോഗേഴ്സ് കയറി കിടന്ന് എന്തൊക്കെ ചെയ്തിരുന്നാലും ഇപ്പോൾ രേണുസുധിയുടെ വീട്ടുകാർക്ക് ബിഷപ്പിൻ്റെ പ്രാർത്ഥന അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ബിഷപ്പിനോട് അവർ ഒരു രീതിയിലും എന്ത് വന്നാലും, നിങ്ങൾ എന്തൊക്കെ പുറത്തു കൊണ്ടുവന്നാലും ബിഷപ്പിനോട് ഒരു വിരോധവും ഇല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ രേണുസുധിയുടെ അച്ഛൻ പറഞ്ഞു വരുന്നത്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛൻ ഇതേ ഒരു വോയിസ് സംസാരമൊക്കെ സത്യസന്ധമായിട്ടാണ് പറയുന്നതെങ്കിൽ രേണുസുധിയുടെ അസുഖം ഭേദമായിട്ടും ഈ ഒരു കാര്യം കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ചില ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ എന്ത് സപ്പോർട്ടിനും തയ്യാറാണ്, പക്ഷേ ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ കൈമലത്തും. അതുകൊണ്ടുള്ള കാര്യം ഞാൻ പറയാണ്. ഞാൻ രേണുസുധിയുടെ അച്ഛനെ കുറ്റം പറയണതല്ല, പല ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ കേൾക്കാം ബാക്കിയുള്ള കാര്യം. മറ്റൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഒന്നുമില്ല. കുഞ്ഞിന്റെ മടങ്ങിന് വേണ്ടി നിങ്ങൾ ഞങ്ങൾക്ക് ഇതിനായിട്ട് വീട് ചെയ്യുന്നവരും കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് മാത്രം ഒറ്റ അപേക്ഷ എനിക്കുള്ളൂ. അല്ല, ഞങ്ങൾക്ക് ആരോടും പ്രത്യേകിച്ച് ബിഷപ്പിനോട് ഞങ്ങൾക്ക് ഒരു കണക്കുണ്ട്. അന്ന് അത് പറഞ്ഞെന്ന് പറഞ്ഞു. സോഷ്യൽ മീഡിയ വഴി വരുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പറയാത്ത കാര്യം എന്റെ ഫോട്ടോ ഇട്ട് പറയും. അങ്ങനെയുള്ളതാണല്ലോ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ ഞാൻ കുറ്റം പറയാം. നിങ്ങൾ എന്ത് അത് സത്യമാണ് കേട്ടോ. പറയാത്ത പല കാര്യങ്ങളും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിപ്പിക്കാൻ നോക്കുകയാണ്. അതായത് ബിഷപ്പിനെയും രേണുസുധിയുടെ കുടുംബത്തിനെയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അവർക്ക് കുറച്ച് ബുദ്ധി ഉദിച്ചെന്ന് തോന്നുന്നു. രേണുസുധിയുടെ അച്ഛനും രേണുസുധിക്കൊക്കെ കുറേശ്ശായിട്ട് ബുദ്ധി ഉദിച്ചു എന്ന് തോന്നുന്നു. പുറകിൽ നിന്ന് കളിക്കുന്നവർ അത്രമാത്രം ആലോചിച്ച് ശ്രദ്ധിച്ച് സൂക്ഷിച്ചൊക്കെയാണ് കളിക്കുന്നത്. അപ്പോൾ എന്തായാലും രേണുസുധിയുടെ അച്ഛൻ പറഞ്ഞതുമായിട്ട് ഞാൻ നല്ല
രീതിയിൽ യോജിക്കുന്നു. എന്തായാലും അത് ഒരു നല്ല കാര്യം തന്നെയാണ്. നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം നമുക്ക് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മളെ പറഞ്ഞു തരുമ്പോഴാണല്ലോ നമുക്ക് ദേഷ്യങ്ങൾ വരുന്നത്, നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ വാവിട്ട് പറയുന്നത്. ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അതെല്ലാം ക്ഷമിച്ച് ഇപ്പോൾ അവരതിന് മാപ്പും ചോദിച്ചു ആ ബിഷപ്പുമായിട്ടുള്ള ആ സ്നേഹം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുകയാണ്. അപ്പോൾ അത് എന്തായാലും ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. ഇനിയും അത് മുന്നോട്ട് കൊണ്ടുപോകണം. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല് കൂട്ടിപ്പിക്കുന്ന അത് അത്ര നല്ല ഒരു സ്വഭാവമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം. അതെ, ആവശ്യമാണ് ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളും പ്രാർത്ഥിക്കണമെന്ന് മാത്രം ഈ അവസരത്തെ പറയുന്നു. നന്ദി. അപ്പോൾ കേട്ടല്ലോ അല്ലേ? കൂടുതലായിട്ട് അവർക്ക് വേറെ ഒന്നും പറയാനില്ല. അവളെ വിമർശിക്കുന്നവരും കൂടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മാത്രമാണ് ഇപ്പോൾ അവർക്ക് പറയാനുള്ളത്. അവർക്ക് ബിഷപ്പിൻ്റെ ഒരു പ്രാർത്ഥന അത്യാവശ്യമായിട്ടിരിക്കുകയാണ്. കാരണം പ്രാർത്ഥന കൊണ്ടാണ് മാത്രമേ ഇനി നമ്മൾ മരുന്നും വേണം പ്രാർത്ഥനയും വേണം. അത് ഈ ഒരു അസുഖത്തിന് നമുക്ക് രണ്ടിനും തുല്യ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. അതെനിക്ക് നല്ലപോലെ അറിയാം. ഈ രണ്ടിനും തുല്യ പ്രാധാന്യമാണ് പ്രാർത്ഥനയും മരുന്നും. അപ്പോൾ അത് അവർ കീപ്പ് ചെയ്യാനുള്ള കാര്യമാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവരെ ദൈവത്തെ ഓർത്ത് അവരെ ഇനി ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ഇനി നമുക്ക് കേൾക്കേണ്ടത് നമ്മുടെ ബിഷപ്പിൻ്റെ കാര്യമാണ്. അതും ഇതുപോലെ ഒരു വോയിസ് ബിഷപ്പിന് ഇതിന് ഈ ഒരു വ്ളോഗേഴ്സിന് എതിരെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കൊടുത്തിട്ടുള്ള ഒരു വോയിസ് കാര്യങ്ങൾ, അതായത് രേണുസുധിയായിട്ട് കുറച്ച് പ്രശ്നങ്ങളായി ഇരുന്ന സമയത്ത് അവളോടുള്ള ദേഷ്യം കൊണ്ടും ഒക്കെ കൊടുത്തതെല്ലാം അവർ സേവ് ചെയ്ത് പറക്കി വെച്ചിട്ട് ഇപ്പോൾ കുറച്ചായിട്ട് പുറത്തോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നോബൽ ഫിലിപ്പിന്, അതായത് ബിഷപ്പിന് എന്താ പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ, അതൊന്ന് കേട്ടിട്ട് വരാം. നമസ്കാരം സിസ്റ്റർ സജീന. നമസ്കാരം. ഞാൻ എൻ്റെ മനസ്സിൻ്റെ ചില വിഷമങ്ങൾ പറയുവാനായിട്ടാണ് ഇപ്പം ഞാൻ ഈ വോയിസ് അയക്കുന്നത്. ഇപ്പം സോഷ്യൽ മീഡിയയിലെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ചില നാളുകൾക്ക് മുമ്പ് അനുഭവിച്ച ദുഃഖങ്ങളും പ്രയാസങ്ങളുടെ നടുവിൽ എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്ന ഒരു വിഭാഗം യൂട്യൂബേഴ്സ് ആയിട്ടുള്ളവരുണ്ട്. ആ സമയത്ത് ഞാൻ ദുഃഖം അനുഭവിച്ച സന്ദർഭത്തിൽ എന്നെ ബന്ധപ്പെട്ടു. ഞാൻ അവരുമായിട്ട് സഹകരിച്ച് ബന്ധപ്പെട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവരുടെ ഫോണുകളിൽ ഞാൻ അയച്ചു കൊടുത്തതായിട്ടുള്ള വോയിസുകൾ, പേഴ്സണലി അയച്ചു കൊടുത്തേക്കുന്ന വോയിസ് ആണെന്ന് ഓർത്തോണം. ആ പേഴ്സണലി അയച്ചു കൊടുത്തേക്കുന്ന വോയിസ് അവരിപ്പോഴ് കണ്ടന്റിന് വേണ്ടി എടുത്ത് മറ്റുള്ള വ്ളോഗേഴ്സിന് അയച്ചു കൊടുത്തിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യിപ്പിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സമയത്ത് 5 മാസങ്ങൾക്ക് മുമ്പ് രേണുസുധി എന്ന് പറയുന്ന സഹോദരി ബിഗ് ബോസിൽ പോകുന്ന സമയത്തും അവിടെ നിൽക്കുമ്പോഴും അവിടുന്ന് വന്നു കഴിഞ്ഞിട്ടും സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾക്ക് രണ്ടു കൂട്ടരും തമ്മിലുണ്ടായ പ്രശ്നങ്ങളെ വലിയ രീതിയിൽ കത്തി പടർന്നു നിൽക്കുന്ന സമയത്ത് ഈ വ്ളോഗേഴ്സ് ആയിട്ടുള്ള ഈ ചാനൽ നടത്തിക്കൊണ്ടിരുന്ന സഹോദരങ്ങളും എന്നെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് എന്റെ വോയിസ് എടുത്തിട്ടുണ്ട്. ഞാൻ അവരോട് പേഴ്സണലി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, ഗ്രൂപ്പ് കോളുകളിൽ സംസാരിച്ചിട്ടുണ്ട്. ഈ ഏറെക്കുറെ കോളുകളൊക്കെയും ഇവരെന്ത് ചെയ്തു, റെക്കോർഡ് ചെയ്തും ഞാൻ അയച്ചു കൊടുത്ത വോയിസ് ക്ലിപ്പുകളൊക്കെയും ഇവര് അവരുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത ശേഷം ഇപ്പോഴുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചില ആൾക്കാർക്ക് അയച്ചു കൊടുത്ത ശേഷം എനിക്ക് ഏകദേശമായിട്ട് ഓരോ ദിവസവും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇതിന് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ പ്രേക്ഷകരോട് പറയാൻ ഇത്രേ ഉള്ളൂ. രേണുസുധിയും കുടുംബവുമായിട്ട് എനിക്ക് യാതൊരു വിധമായ പ്രശ്നങ്ങളില്ല. അതെല്ലാം കഴിഞ്ഞു. ആ പ്രശ്നങ്ങൾ തീർന്നു. ഞാനും രേണുസുധിയുടെ ഫാമിലിയും തമ്മിലുള്ള മാനസിക ദുഃഖങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ ഒരു വീട് പോലാണ് ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ വീട്ടിലൊരു വിഷമമോ ദുഃഖമോ പ്രയാസമോ വന്നാൽ അവര് അച്ഛനും അമ്മയും, രേണുവിന്റെ അച്ഛനും അമ്മയും സഹോദരിയും എന്നെ വന്ന് കാണും. ഞാൻ അവരെ ഒരു സ്വന്തം കൂടപ്പറപ്പങ്ങളെ പോലെ തന്നെ കൂടെ ചേർത്ത് നിർത്തി എല്ലാ വിഷമത്തിലും അവരോടൊപ്പം പ്രാർത്ഥനയ്ക്കായിട്ട് അവരെ ചേർത്ത് നിർത്തി. എന്ത് പ്രതിസന്ധി വന്നാലും, എന്ത് പ്രതിസന്ധി ഇനി ലോകം മുഴുവനുള്ളവർ എനിക്ക് നെഗറ്റീവായിട്ട് വീഡിയോ ഇട്ട് എന്നെ ആക്ഷേപിച്ചെന്ന് പറഞ്ഞാലും രേണുസുധിയുടെ കുടുംബത്തെ ചേർത്ത് നിർത്താൻ, പ്രാർത്ഥനയിൽ ചേർത്ത് നിർത്തി, അവരുടെ വേദനയിലും ദുഃഖത്തിലും സങ്കടത്തിലും അവരെ ചേർത്ത് നിർത്തി അവരോടൊപ്പം തന്നെ ആത്മീയമായിട്ടുള്ള ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ തന്നെയാണ് ഞാൻ ദൈവമുമ്പിൽ എടുക്കുന്നതായിട്ടുള്ള ഒരു തീരുമാനവും ഒരു ആഗ്രഹവും. കാരണം ഇപ്പോൾ രേണുസുധി ക്യാൻസറിൻ്റെതായിട്ടുള്ള രോഗത്തിൽ കഷ്ടപ്പെട്ട് രോഗക്കിടക്കയിലായിരിക്കുന്ന ഒരു വാത്സല്യ സഹോദരിയായിട്ട് എനിക്ക്
അവരോട് വളരെയധികം മനസ്സിലും ഇപ്പോഴുണ്ട്. ആദ്യകാലങ്ങളിൽ പല പ്രയാസങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഞാനും രേണുസുധിയും തമ്മിൽ ഉണ്ടായി. അതെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. കാലങ്ങളായിട്ട് അത് ഞങ്ങൾ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം പരസ്പര സ്നേഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഞങ്ങൾ പരസ്പരം പൊരുത്തപ്പെട്ട് മാനസികമായിട്ടും ആത്മീയമായിട്ടും പൊരുത്തപ്പെട്ട് ഇപ്പോൾ പ്രാർത്ഥനയിൽ ആ കുടുംബവും ഞങ്ങൾ ഒരുമിച്ച് മുൻപോട്ട് പോകുന്നുണ്ട്. കുശുമ്പ് സഹിക്കാൻ വയ്യാത്ത ഒരു വിഭാഗം ആൾക്കാർ ഇതിനെ കണ്ടന്റ് ആക്കി വിറ്റ് കാശുണ്ടാക്കുന്ന അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിയമത്തിന്റെ വഴി ഞാൻ നീങ്ങിയിട്ടുണ്ട്. ചിലർക്ക് എഗനസ്റ്റായിട്ട് ഞാൻ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ബഹുമാനപ്പെട്ട കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്കും എല്ലാം ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. തീർച്ചയായും ഞാനിവിടെ പറയട്ടെ ബിഷപ്പിനോട് ഒരു കാര്യം. എല്ലാം നല്ല കാര്യം തന്നെയാണ്. ബിഷപ്പ് നേരത്തെ രേണുസുധിക്ക് വിരോധമായിരുന്ന സമയത്ത് ബിഷപ്പ് ചെയ്ത കാര്യങ്ങളാണ് ഇപ്പോൾ ബിഷപ്പിന് എതിരെ തിരിഞ്ഞു വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ബിഷപ്പിന് ഇഷ്ടപ്പെടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, നല്ലതായാലും ചീത്തയായാലും ഈ സോഷ്യൽ മീഡിയയിൽ ബിഷപ്പ് ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഇരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ബിഷപ്പായതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. പൊതുവെ പൊതുജനങ്ങളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ഒരു പുരോഹിതനല്ലേ. അപ്പോൾ നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ കൂടുതലും പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാതിരിക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഒരാളോട് ശത്രുത ഉള്ള സമയത്ത്, നമുക്ക് വിരോധമായിട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ വായിൽ തോന്നുന്നതൊക്കെ പറയും കേട്ടോ. എന്തരാണെന്നൊന്നും ഇല്ലാതെയാണ് നമ്മളത് സംസാരിക്കുന്നത്. ആ സമയത്ത് ഈ മറ്റൊരാളോട്, ഒരു പുരോഹിതൻ എന്ന് പറയുമ്പോൾ അത്രമാത്രം ഒരു പൊസിഷനിലിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ മറ്റൊരാളോട് എന്ത് പറയാൻ പാടില്ല എന്ന് നല്ലപോലെ ആലോചിച്ച് ചിന്തിച്ചിട്ട് നമ്മൾ ആ ഒരു വോയിസ് കൊടുക്കാവൂ. ഈ രണ്ട് കാര്യവും നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ള. ഇതെല്ലാം ബിഷപ്പിൻ്റെ ഒരു തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രേണുസുധിയുടെ ശത്രുതയായിരുന്ന സമയത്ത് രേണുസുധിക്കെതിരെ മറ്റു വ്ളോഗേഴ്സിന് വോയിസ് അയക്കുന്നു. ഇപ്പോൾ രേണുസുധിയോട് സപ്പോർട്ടായി വന്ന സമയത്ത് വീണ്ടും വോയിസ് മറ്റൊരാൾക്ക് അയക്കുന്നു, അതും വ്ളോഗറായിട്ടുള്ളവർക്ക്. ഇതെല്ലാം നാളെ പ്രശ്നങ്ങളേക്ക് വരുമായിരിക്കും. നാളെ ഒരു പക്ഷേ നാളെ വീണ്ടും രേണുസുധിക്കെതിരെ ഈ ബിഷപ്പ് തിരിയേണ്ടി വന്നാൽ ഇപ്പോൾ ഈ ഒരു റെക്കോർഡും കൂടെ നമുക്ക് തെളിവായിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും ഏതെങ്കിലും ഒരു സൈഡ് ഉറച്ചു നിൽക്കാൻ നോക്കുക ബിഷപ്പ് എന്നുള്ള നിലയ്ക്ക്. അല്ലെങ്കിൽ അത് ഇനിയും ബിഷപ്പിനെതിരെ തിരിയും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള. നല്ല കാര്യങ്ങൾ തന്നെയാണ് ബിഷപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സജീനയ്ക്ക് അയച്ചു കൊടുത്ത വോയിസാണ് ഇപ്പം നമുക്ക് ഞാൻ നിങ്ങളുടെ മുന്നിൽ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സജീന വ്ളോഗാണ്, രേണുസുധിയുടെ ഫ്രണ്ടായ സജീന വ്ളോഗിൽ നിന്ന് കിട്ടിയ ഒരു വോയിസാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ല കാര്യങ്ങൾ തന്നെയാണ്. ബിഷപ്പ് പറയുന്ന എല്ലാ കാര്യങ്ങളും നല്ലത് തന്നെയാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള കുറച്ച് ഭാഗം കൂടെ ഉണ്ട്. വീഡിയോയിൽ എന്തായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത് ഇത്രയും കൂടെ കേൾക്കാം അല്ലേ. അപ്പോൾ ഇതൊക്കെയുള്ളൂ. ഇനിയും കുറച്ചും കൂടെ വോയിസ് ഉണ്ട്, ഞാനത് ഇതിൽ കൊടുക്കുന്നില്ല. അപ്പോൾ നിയമപരമായിട്ട് വീണ്ടും ബിഷപ്പ് ഇറങ്ങുകയാണ്. ഞാൻ പറയുന്നത് ബിഷപ്പ് അതിൻ്റെ ഒരു ആവശ്യവും ഇല്ല. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഇരിക്കുക. ഇനിയിപ്പം പറഞ്ഞത് പറഞ്ഞു പോയില്ലേ, ഇനിയിപ്പോൾ എന്തായാലും പുറത്ത് നമുക്കത് മാറ്റി പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും ഇത് അങ്ങനെ കണ്ടിന്യൂസ് ചെയ്യുക. ഇനി നമുക്ക് ഒരാളുടെ കാര്യവും കൂടെ കേൾക്കണം. കാരണം ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് സജീനയുടെ ആ ഒരു അഭിപ്രായം, അതായത് ഇതുമായിട്ടുള്ള ഒരു അഭിപ്രായം. കാരണം ഈ സജീന നേരത്തെ ബിഷപ്പിനെതിരെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സജീനയുടെ പേരിൽ ഒരു കേസ് വരെ ബിഷപ്പ് കൊടുത്തതാണ്. അപ്പോൾ അതൊന്നും ഇന്ന് ഈ നിമിഷം വരെ അവളുടെ കൊണ്ട് അവളത് പിൻവലിക്കണം, കേസ് പിൻവലിക്കണം ബിഷപ്പെ എന്നൊരു ആവശ്യമായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല. എങ്കിലും ബിഷപ്പിനെ കുറിച്ച് പറയാനുള്ള എന്താണെന്ന് കേൾക്കാം അല്ലേ. സജീനയ്ക്ക് കൊടുക്കാം ഞാനിവിടെ. ബിഷപ്പ് പലതും പറഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മൾ ശത്രുക്കളായിട്ട് ഇരിക്കുമ്പോൾ എന്തെല്ലാം ആൾക്കാരോട് പറയും. അത് മിത്രമായി കഴിയുമ്പോഴേക്കും നമ്മളതൊക്കെ അങ്ങ് മറക്കും ഇല്ലേ. അത് എടുത്തു വെച്ചിട്ടുണ്ട്. നീ പണ്ട് അങ്ങനെ പറഞ്ഞില്ലേ, പണ്ട് ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആരും ചെല്ലത്തില്ലല്ലോ. അത് കഴിഞ്ഞു. സത്യം. ഇപ്പൊ ബിഷപ്പ് ഒരു ബിഷപ്പിന്റെ ഒരു ആ കുപ്പായത്തിന് യോജിക്കുന്ന സ്വഭാവമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ നിങ്ങളത് കേട്ടതല്ലേ. വിശപ്പായാലും നമ്മളായാലും ആരായാലും ശത്രു എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മൾ അത് എന്താണ് ആരോടാണ് പറയണമെന്നുള്ളത് ഒരു ബോധവും ഇല്ലാതെ ആയിരിക്കും നമ്മൾ വന്നിരുന്ന് പറയുന്നത്. അതും സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് വന്നിരുന്ന് പറഞ്ഞാൽ എന്തായാലും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രൂഫ് നമുക്കിവിടെ കിടക്കും. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരു രീതിയിലും സജീനയ്ക്ക് വിശപ്പിനോട് ഒരു രീതിയിലും വ്യക്തിപരമായിട്ടോ അല്ലാതെയോ അവൾക്കൊരു രീതിയിലും പിണക്കം ഇല്ല എന്നുള്ള രീതിയാണ് അവൾ പറയുന്നത്. എന്തായാലും ദൈവം അവളെ അനുഗ്രഹിക്കട്ടെ. കാരണം ഇത്രയൊക്കെ വിമർശനങ്ങൾ കേട്ടിട്ടും സജീന ഇന്നും പിടിച്ച് നിപ്പുണ്ട്. ബിഷപ്പിനോടും രേണുസുധീരെ കുടുംബത്തോടും സ്നേഹിക്കുന്നവർ എല്ലാവരും വിഷമയെ ചോദിച്ചും കൊണ്ടാണ് രേണുസുധീരെ വീട്ടുകാരോടും ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും പ്രാർത്ഥനയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ബിഷപ്പിൻ്റെ തീരുമാനം. രേണുസുധീരെ വീട്ടുകാർക്കും ബിഷപ്പിനെ ഏതൊരു രീതിയിലും വ്യക്തിപരമായിട്ട് അവരോടും പിണക്കവും ഇല്ല എന്നുള്ള രീതിയാണ് നമ്മളിപ്പോൾ കേട്ടത്. എന്തായാലും ഇത് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണാം.